ഇനി നമുക്ക് ചെടിച്ചട്ടിയൊന്നും മേടിച്ചിട്ട് കാശ് കളയണ്ട കേട്ടോ. ഇതുപോലുള്ള സിമൻറ്റ് ചാക്ക് കൊണ്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് ഒരുപാട് സിമൻറ്റ് ചാക്ക്, ഒരുപാടെന്ന് പറഞ്ഞാൽ 100 കൂടുതൽ സിമൻറ്റ് ചാക്കാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് ഉണ്ട്, അതിൻ്റെ ബിന്നിലിരിക്കണതൊക്കെ ഫുള്ള് സിമൻറ്റ് ചാക്കാണ്. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചാക്കുകളിലാണ് കൃഷി ചെയ്യണത്. നമ്മുടെ വെണ്ടക്ക, അതുപോലെ തക്കാളി, മുളക്, പിന്നെ എല്ലാ പച്ചക്കറികളും, ഞാനുണ്ടാക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതുപോലെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് കേട്ടോ ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുറ്റത്തുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചട്ടികളിലും ടെറസിൻ്റെ മുകളിലുള്ള കൃഷി സിമൻറ്റ് ചാക്കിലാണ് കേട്ടോ. സിമൻറ്റ് ചാക്കെന്നല്ല, ചാക്കിലാണ് നടന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് റോഡ് പണി വന്നത്. റോഡ് പണി എന്ന് പറഞ്ഞാൽ സ്ലാബിൻ്റെ പണിയാണ്. വഴികളുണ്ടാവുമല്ലോ, പോക്കറ്റ് റോഡുകൾ, അങ്ങനെയുള്ള അവിടേക്കുള്ള സ്ലാബിൻ്റെ പണികളാണ്. നമ്മുടെ മെയിൻ റോഡല്ല, അങ്ങോട്ട് ഒരുപാട് വീടുകളാണ്. അപ്പോൾ അവിടുത്തെ റോഡ് സ്ലാബ് ഇട്ടിട്ട് കാന സ്ലാബ് ഇട്ട് പൊക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ആ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് അവർക്ക് വെള്ളം അടിച്ചു കൊടുത്തിരുന്നത് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നും. അപ്പോൾ ഇതാ ഈ ചേട്ടനും ചേച്ചിയും അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെള്ളം എടുക്കാൻ വരും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഞാൻ ആ സിമൻറ്റ് ചാക്കൊക്കെ അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ ഈ വശത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വേറെ ഭാഗത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറേ സിമൻറ്റ് ചാക്കാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അടിപൊളി ചാക്കാണ് കേട്ടോ, നല്ല ബലമുണ്ട് കേട്ടോ. ഈ ചാക്ക് ഉപയോഗിച്ചാൽ നമുക്കിതിൽ ചെടി നടുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് ഒരു ചാക്കിൽ തന്നെ ചെടി നടാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ദ്രവിച്ച് പോവില്ല. ഗ്രോ ബാഗ് പോലെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. 3 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കും ഇതുപോലെയുള്ള സിമൻറ്റ് ചാക്കുകൾ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അവർ വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എത്ര ചാക്ക് വേണമെങ്കിലും ഉണ്ട്, ഞങ്ങളത് കളയാൻ വേണ്ടി വെച്ചേക്കണാണ്, ഇനി അപ്പുറത്തെ സൈഡിലും പണി നടക്കുന്നുണ്ട്, അപ്പോൾ സിമൻറ്റ് ചാക്ക് ഇനിയും കൊണ്ടുവന്ന് തരാമെന്നാണ് പറഞ്ഞ് കിട്ടാം. അപ്പോൾ എനിക്കിത് 1 വർഷം എന്നല്ല, ഒരുപാട് ടൈമിൽ കൃഷി ചെയ്യാനുള്ള ചാക്ക് തന്നിട്ടാണ് അവർ പോയത്. പിന്നെ ഇത് നമ്മൾ ഒരുവിധം നമ്മുടെ മുറ്റത്തെ കച്ചറകളൊക്കെ ഒതുക്കി ചെടിച്ചട്ടിയൊക്കെ ഓരോ ഭാഗത്തേക്കൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സോളാറിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നപ്പോൾ മുറ്റൊക്കെ ഒരു വിധത്തിൽ ക്ലീനാക്കിയിട്ട് ഇട്ടാം. പിന്നെ ഇതാ അവിടെ 2-3 കുപ്പികളിരിക്കുന്നുണ്ട്. ഇതും ഞാൻ റോഡുകളിൽ നിന്ന് പറക്കിയെടുക്കുന്ന കുപ്പികളാണ്. ഇതോട് നമുക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അത് പിന്നെ കാണിച്ചു തരാം കേട്ടോ ആ പണികൾ. അങ്ങനെ മുറ്റത്തെ ചെടിച്ചട്ടികളൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറ്റി വെച്ച് ചവറൊക്കെ ഒരു ഭാഗത്തേക്ക് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സിമൻറ്റ് ചാക്കിൽ നിറക്കണം. സിമൻറ്റ് ചാക്കിൽ എന്നല്ല, ഞാൻ കടയിൽ നിന്നും ചാക്കുകൾ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ചാക്കുകളിൽ ഞാൻ ചെടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഓരോ ഭാഗത്തേക്കാക്കി. അതുപോലെ പ്ലെയിൻ വയലറ്റ് ചെടികൾ അതിനെ ഞാൻ മതിലിൻ്റെ പൊക്കത്തേക്ക് വെച്ചു കേട്ടോ. നമ്മുടെ അരേലിയ പ്ലാന്റും പിന്നെ അതുപോലെ റൂബി പ്ലാന്റിൻ്റെ ഇടയിൽ ഓരോ ചട്ടികൾ അങ്ങനെ സെറ്റ് ചെയ്ത്. പിന്നെ മുറ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡിലേക്ക് നമ്മുടെ സിങ്കോണിയും അതുപോലെ അഗ്ലോണിമ കുറച്ച് ചെടികളുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഈ സൈഡിലേക്കൊക്കെ വെച്ച് സെറ്റാക്കി മുറ്റൊക്കെ ക്ലീനാക്കി. ഇനി നമുക്ക് ഈ ചാക്ക് കൊണ്ട് എങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് പോലെ നമ്മുടെ പച്ചക്കറി നടന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള നടു മുറിച്ചിട്ടുള്ള ചാക്കാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ സിമൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടു മുറിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് വേറെ ഉപകാരമാണ്. അപ്പോൾ അതിങ്ങനെ 2 സൈഡിൽ ഓരോ പൊത്തിട്ടിട്ട് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടരുത്, കുറച്ചും കൂടി ലൂസാക്കി കെട്ടണം കേട്ടോ. എന്നിട്ട് മറിച്ചെടുക്കാം. പിന്നെ ഇതാ നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവരണതാണ്, നമ്മുടെ മുന്നിലത്തെ കടയിൽ നിന്ന് കൊണ്ടുവരണതാണ് ഈ പഴത്തിൻ്റെ കൊലയുടെ ഈ വടി എന്തെന്ന് ഇതിന് പറയുകയെന്നറിയില്ല സാധനം. അത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയ കാരണം കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ അടിയിൽ ഇങ്ങനെ നീളനെ വെച്ച് കൊടുത്ത് ഇതിൽ ഈ ചാക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കുക ചാക്ക്. പിന്നെ അതിലേക്ക് നിറച്ചും കരിയില ഇട്ടിട്ട് നിറക്കണം കേട്ടോ. നന്നായിട്ട് കരിയില, എത്രത്തോളം കരിയില ഉണ്ടോ നമ്മുടെ ഈ ചാക്കിൽ നിറക്കാൻ പറ്റുമോ അത്രത്തോളം കരിയില കുത്തി നിറച്ചോട്ടാം. എന്നാലാണ് നമ്മുടെ ചെടി നല്ല അടിപൊളിയായിട്ട് വളരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ കരിയില ഇങ്ങനെ ദ്രവിച്ച് പോകുമ്പോൾ കുറച്ച് കരിയിലാണെങ്കിൽ അത് പിന്നെ നമ്മളിങ്ങനെ മണ്ണിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളരിക്ക വിളവെടുത്തു. പിന്നെ ഇവിടുത്തെ ടെറസിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആ വെള്ളരിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ടായിരുന്നു. അത് നശിച്ചു പോയി.
അപ്പോൾ അത് ഇതേപോലെ കരിയിലയും ഒക്കെ കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നൊരു വെള്ളരിയായിരുന്നു. നല്ല അടിപൊളി കണി വെള്ളരിയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അപ്പുറത്ത് ഇത് നമ്മൾ വേറെ വിത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുളച്ചിട്ട് ഒരുപാട് വെള്ളരിയുടെ കുറേ തൈകളുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഒരു തൈ പറിക്കാം. പിന്നെ നമ്മുടെ കരിയുടെ മേലെ കുറച്ച് മേൽമണ്ണ് പോലെ ഇടണ്ട. അപ്പോൾ നമ്മുടെ ഈ ചാക്കിലുള്ളതും കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല കരിയില ഉണങ്ങിയിട്ടുള്ള നല്ല മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണ് ഇതിൻ്റെ പുറത്തിങ്ങനെ കുറച്ചിട്ട് കൊടുക്കുക. അധികമൊന്നും ഇടണ്ട. ഈ ഇലയുടെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂകി കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളരിയുടെ തൈ അതിൽ നിന്ന് പറിച്ചിട്ടാണല്ലോ ഇതിൽ കൊടുന്ന് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ കുഴിയിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വെള്ളരി അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടെറസിൽ ഏത് ഭാഗത്ത് ഇതിനെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. നമ്മുടെ ടെറസ് ആകെ പരന്നെടുക്കണമല്ലോ. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര വെയിലിൻ്റെ കുഴപ്പമില്ല. ഞാൻ പകലൊന്ന് വന്ന് നോക്കിയത് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പകലൊന്ന് ഉച്ചക്ക് വന്ന് നോക്കിയപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് പോലത്തെ സംഭവങ്ങൾ വെക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ചാക്ക് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 4 ചിരട്ടയോ 3 ചിരട്ടയോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഗ്രോ ബാഗ് വെക്കട്ടോ. അപ്പോൾ നമ്മുടെ ടെറസ് നല്ല പോലെ നിന്നോളും. ടെറസിന് കേടൊന്നും സംഭവിക്കില്ല. ടെറസ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഗ്രോ ബാഗ് ഡയറക്റ്റായിട്ട് വെക്കരുത്. എന്തെങ്കിലും ഇച്ചിരി പൊക്കത്തിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ മേലെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ 2 മത്തൻ്റെ തൈയും കൂടി നമ്മളിതുപോലെ ചാക്കിലിട്ടുണ്ടായിരുന്നു. ഈ ചാക്ക് ഉണ്ട് അങ്ങനെ വേഗം കീറിപ്പോരുന്നു. അതുപോലെയല്ല ഈ സിമൻറ്റ് ചാക്ക്. അത് എത്ര കാലം വേണമെങ്കിലും ദ്രവിക്കാതെ നിന്നോളൂ കേട്ടോ. ഗ്രോ ബാഗ് പോലെ അടിപൊളിയായിട്ട് നിന്നോളും. നല്ല സ്ട്രോങ് ആണ്. അപ്പം നമ്മളതിൻ്റെ തൊട്ടപ്പുറത്ത് 2 മത്തൻ തൈയും ഇതുപോലെ നട്ടിട്ടുണ്ടായിരുന്നു. അവർ രണ്ടാളെയും കൊടുന്ന് വെച്ച് ഒരു കമ്പനിക്ക്, വെള്ളരിക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് 2 മത്തൻ്റെ തൈയും അതിൽ കുറച്ച് പയറൊക്കെ നിൽക്കുന്നുണ്ട്.